ഞാനിന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഓയിലാണ്. ക്യാരറ്റ് ഓയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചീനച്ചട്ടി എടുക്കുക, അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഇത് നമ്മൾ മുഖത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണ്. ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് എണ്ണ തേച്ചിപ്പിച്ച് കുളിപ്പിക്കുമ്പോൾ ഈ ക്യാരറ്റ് ഓയിൽ പുരട്ടാവുന്നതാണ്. സ്കിന്നിന് നല്ല ഹെൽത്ത് ഉണ്ടാവും. നമ്മുടെ മുഖത്തും ഒക്കെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൻ്റെ നിറം ആർക്കും മാറ്റാൻ പറ്റില്ല, പക്ഷെ എന്നാലും സ്കിൻ ടോൺ വ്യത്യാസം വരും. ഭയങ്കരമായിട്ട് നിറം മാറ്റമല്ല, നല്ല ഹെൽത്തിയായൊരു ലുക്ക് ഉണ്ടാവും മുഖത്തിനും ശരീരത്തിനും ഒക്കെ. ഇത് ക്യാരറ്റും മഞ്ഞളും മിക്സിയിലൊന്ന് അടിച്ചെടുത്താണ്. പേസ്റ്റ് ആക്കണ്ട, അടിച്ചെടുത്താൽ മതി. മഞ്ഞളും ക്യാരറ്റുമാണിത്. എന്ന് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുകയാണ്. ഇത് പച്ച മഞ്ഞളാണ്. സിമ്മിലേക്ക് വെക്കണം, അല്ലെങ്കിൽ പൊന്തി വരും, എണ്ണ തിളച്ച് പൊന്തി വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു 100 മില്ലി എണ്ണ ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റും ഒരു കഷ്ണം മഞ്ഞളുമാണ്. മുഖത്ത് ചുളിവുകൾ കുറയ്ക്കാനും ഈ എണ്ണ നല്ലതാണ്. സാധാരണ ഞാൻ ക്യാരറ്റിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞളാണ് ചേർക്കുക. പക്ഷേ ഇത്തവണ ഞാൻ എൻ്റെ കസ്തൂരി മഞ്ഞൾ കിളച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് പച്ചമഞ്ഞൾ തന്നെ, സാധാരണ പച്ചമഞ്ഞൾ തന്നെ ഉപയോഗിച്ചു. ഇതിനകത്തേക്ക് ഞാൻ ഒരു 5-10 തെച്ചിപ്പൂ ഇടുന്നുണ്ട്. തെച്ചിപ്പൂ സ്കിന്നിന് നല്ലതാണ്. സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നൊരു പൂവാണ് തെച്ചിപ്പൂ. 5-10 ഇട്ടാൽ മതി. ഇതുപോലെ തന്നെ ഇതിൽ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇട്ടിട്ടും നമുക്ക് എണ്ണ ഉണ്ടാക്കാം. അതും മുഖത്തിന് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. ഞാൻ സാധാരണ ക്രീമുകളൊന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് ശരിക്കും ക്രീം ഉപയോഗിക്കുമ്പോൾ ശരിക്കും പേടിയാണ്. അതിലുള്ള കെമിക്കൽ എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ക്യാരറ്റ് ഓയിൽ, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ, അല്ലെങ്കിൽ പച്ച എള്ളെണ്ണ, നല്ലെണ്ണ എന്ന് പറയുന്നുണ്ടല്ലോ, എള്ള് കൊണ്ട് ഉണ്ടാക്കുന്നത്, അതൊക്കെയാണ് മുഖത്തിടുക. ക്രീമുകളൊക്കെ പുരട്ടുമ്പോൾ നമ്മളെ സ്കിന്നിന് എന്താ പ്രശ്നം ഉണ്ടാവുക നമുക്കറിയില്ലല്ലോ. സേഫാണെന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് എത്രമാത്രം സേഫാണെന്നറിയില്ല. ഈ ക്യാരറ്റ് ഓയിൽ പുരട്ടിയിട്ട് കുറച്ച് ചെറുപയർ പൊടിച്ച് വെച്ച് ഡബ്ബയിലാക്കി വെച്ചാൽ നമുക്ക് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ചെറുപയർ പൊടി ഉപയോഗിക്കാം. അപ്പോൾ എണ്ണമഴക്ക് പോവുകയും ചെയ്യും, മുഖത്തിന് നല്ല ഹെൽത്ത് ഉണ്ടാവുകയും ചെയ്യും, സ്കിന്നിന്. ആവാറായി, നല്ല മണം വരുന്നുണ്ട്. ഇതിലുള്ള തെച്ചിപ്പ് ഒരെണ്ണം എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് ഊതിയിട്ട് കൈ പൊള്ളാതെ ഒന്ന് പൊടിച്ച് നോക്കിയാൽ മതി. പൊടിയുന്നുണ്ടെങ്കിൽ എണ്ണയായി.
ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ ഈ ക്യാരറ്റ് അരിച്ച് മാറ്റണമെന്നില്ല. നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ക്യാരറ്റിനോട് വെച്ചാൽ മതി. ക്യാരറ്റ് ഉള്ളിൽ നിന്നോട്ടെ, അത്രയും ഇറങ്ങുമല്ലോ. പക്ഷേ പുറത്ത് ഓയിൽ വെക്കുകയാണെങ്കിൽ അരിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി വെക്കുക, അപ്പോൾ കേടാവില്ല. ഇത് ഞാൻ നല്ലോണം ഡ്രൈ ആക്കിയിട്ടില്ല, ക്യാരറ്റ് പൊടിയുന്ന പോലെ ആയിട്ടില്ല. അത്രയും ഡ്രൈ ആക്കാത്തത് മുഖത്തിടുന്ന ഓയിലായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അരിച്ചെടുത്തിട്ടാണ് ഞാൻ കുപ്പിയിൽ ഒഴിച്ച് വെക്കുന്നത് മുഖത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇതൊരു 3 മാസത്തേക്കൊക്കെ എത്തും. നമ്മൾ ഈ എണ്ണ മുഖത്ത് പുരട്ടിയിട്ട് ഒരു 15-20 മിനിറ്റ് നിന്നാൽ മതി. കുളിക്കാൻ പോകുന്നതിന് മുന്നേ മുഖത്തിട്ടാൽ മതി. അപ്പോൾ നല്ല മാറ്റം കാണും. ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്ത് നല്ലൊരു തെളിച്ചം കാണും. നിറം മാറ്റമുണ്ടാക്കുന്ന ഓയിലല്ല ഇത്. നമ്മുടെ ശരീരത്തിൻ്റെ നിറത്തിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ടോണൊന്ന് മാറ്റാൻ പറ്റും. അതായത് ചെറിയൊരു ബ്രൈറ്റ്നെസ് വരുത്താൻ പറ്റും. നല്ല ഭംഗി തോന്നും. ഇത് ഹെൽത്തി ആയിട്ട് ഭംഗി തോന്നും. നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്നില്ലേ, നിറം മാറ്റാം. നിറം മാറ്റുന്ന അതല്ല ശരിക്കും, നിറം മാറ്റുന്നതല്ല ശരിക്കും. സ്കിന്നിൻ്റെ ഒരു ടോൺ വ്യത്യാസം വരികയാണ്. അതായത് ഒരു ബ്രൈറ്റ്നെസ് വരുന്നു. നമുക്ക് കാണുമ്പോഴൊന്നുകൂടി നോക്കാൻ തോന്നും. മുഖത്തേക്ക് ഒരു തേജസ് വരുന്ന പോലെ തോന്നും. അതാണ് ഈ ഓയിലിൻ്റെ ഗുണം. ക്യാരറ്റ് ഓയിൽ നല്ല ശരീരത്തിന് നല്ലതാണ്. നമുക്ക് മേലാസകലം വേണേൽ പുരട്ടി കുളിക്കാം, ശരീരം മൊത്തം സ്കിന്നിന് പുരട്ടാം. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അത് ഒരു അരമണിക്കൂർ പുരട്ടി കുളിമുറിയിലിരുന്ന് ഒരു കസേര കൊണ്ടുവച്ചാൽ മതിയല്ലോ. അവിടെ ഇരുന്ന് ഒരു അരമണിക്കൂർ പാട്ടൊക്കെ കേട്ട് നല്ല ഇളഞ്ഞ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ നല്ല റിലാക്സായി ശരീരം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് പറയുക അതിൻ്റെ റിസൾട്ട് എന്താണെന്ന്.